ചലച്ചിത്ര രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നാളെ യോഗം ചേരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അന്വേഷണ പരിധിയിൽ വരുമെന്നറിയുന്നു. ജസ്റ്റിസ് ഹേമയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ, അപ്ഡേറ്റ്സ്. എസ് ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഈ ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത്. 7 അംഗ സംഘമാണ്. അതിൽ 4 വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന വിപുലമായൊരു സംഘമാണ്. എച്ച് വെങ്കിടേഷിൻ്റെ നേതൃത്വമാണ് ഈ സംഘത്തിനുള്ളത്. അതിൽ സ്പർജൻ കുമാറാണ് ഈ സംഘത്തിന് ഈ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തരമായ അതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു യോഗമാണ് നാളെ ചേരുന്നത്. ഈ യോഗത്തിലായിരിക്കും ഏത് തരത്തിലായിരിക്കണം ഈ അന്വേഷണം നടത്തേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും പ്രാഥമികമായി നിലവിൽ ഇന്നലെ അടക്കം ചില തെളിവുകളുമായി രംഗത്തെത്തിയ സ്ത്രീകളുടെ വനിതകളുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്തലുമായി എത്തിയ വനിതകളുടെ മൊഴി രേഖപ്പെടുത്തും. അവർ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന നടപടികളടക്കം കടക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാകും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംഘം പരിശോധിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ വിശദമായി പരിശോധിക്കും. അതിനുശേഷം ഈ മൊഴികൾ നൽകിയവരെ ഒന്നുകൂടി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള സാധ്യതയും പരിശോധിക്കും. അതിനുശേഷം അവരും ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കേസെടുക്കാനായുള്ള ശുപാർശയും ഈ സംഘം നടത്തും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ജസ്റ്റിസ് ഹേമയിൽ നിന്നടക്കം ഇവർ മൊഴിയെടുക്കും, അല്ലെങ്കിൽ അവർ ഈ ഹേമയിൽ നിന്നടക്കം വിശദാംശങ്ങൾ തേടും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ 7 അംഗ സംഘമാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഈ മൊഴി രേഖപ്പെടുത്തണം, അന്വേഷണം ഏകോപിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളെ ചേരുന്ന നിർണായക യോഗത്തിലാകും തീരുമാനമെടുക്കുക. എന്തായാലും വളരെ വിപുലമായൊരു അന്വേഷണമാകും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.